ഇന്ന് 2026 ജൂൺ 6 ശനിയാഴ്ച. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച സ്വിസ് മനോരോഗ വിദഗ്ധനും അനാലിറ്റിക്കൽ സൈക്കോളജിയുടെ സ്ഥാപകനുമായ കാൾ യുങ്ങിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. വെളിച്ചമുണ്ടെങ്കിൽ നിഴലുമുണ്ട് എന്ന ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലളിതമായ സത്യം നമ്മുടെ മനസ്സിനും ബാധകമാണെന്ന് സമർത്ഥിച്ചു ചിന്തകനായ കാൾ യുങ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അവർ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന, ഉണ്ടെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഇരുണ്ട വശമുണ്ടെന്ന് ആദ്യമായി സമർത്ഥിച്ചത് അദ്ദേഹമാണ്. കാൾ യുങ് അതിനെ ദി ഷാഡോ എന്ന് വിളിച്ചു. ദേഷ്യം, അസൂയ, അപകർഷതാബോധം, പ്രതികാരം, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഒരു ഇരുണ്ട വശം. എല്ലാ മനുഷ്യരും ശ്രമിക്കുക ഈ നിഴലുകളെ അടിച്ചമർത്താനും ഇല്ലെന്ന് നടിക്കാനുമാണ്. ഈ നിഷേധം യഥാർത്ഥത്തിൽ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെ നിശ്ചലമാക്കുന്നു എന്നും സ്വയം തിരിച്ചറിയാനുള്ള ശ്രമങ്ങളിൽ ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലെ തീവ്രവികാരങ്ങളെ അംഗീകരിക്കുകയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. മണ്ണിലെ ഇരുട്ടിലേക്ക് വേരാഴ്ത്താതെ ഒരു മരത്തിന് ആകാശത്തേക്ക് ഉയർന്നു വളരാനാവില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കുറവുകളെയും ഭയങ്ങളെയും നിഷേധിക്കാതെ അവയെ കൂടി അഭിമുഖീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മൾ സ്വയം തിരിച്ചറിയുന്നുള്ളൂ എന്നും ശരിക്കുള്ള സമാധാനം അങ്ങനെ കണ്ടെത്താൻ കഴിയൂ എന്നുമാണ് അദ്ദേഹം വാദിച്ചത്. കാൾ യുങ്ങിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ, പുറത്തേക്ക് നോക്കുന്നവർ സ്വപ്നം കാണുകയും ഉള്ളിലേക്ക് നോക്കുന്നവർ വളരുകയും ചെയ്യുന്നു എന്നാണ്. നമ്മളെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി തുടങ്ങുന്നുള്ളൂ.